എന്റെ കുടമാളൂർ ഭഗവതി, ആരെ ഹോൺ അടിച്ചേ? ഞാൻ പേടിക്കൊന്നുമില്ല കേട്ടോ. പഴുക്ക വെക്കി ഇത്ര നേരം വൈകിന്ന് വെച്ച് അതുകൊള്ളാം. പടികത്തിലെ ഹോണടി ഏറ്റളിയ. അർജുനൻ, അർജുനൻ, എന്നെ ഇങ്ങനെ ആരും പേടിപ്പിക്കാന്ന് വിചാരിക്കണ്ട. അങ്ങനെ ഒന്നും പേടിക്കില്ലേ തത്ത. ആഹാ, അത് ശരി. അർജുനൻ മനസ്സിലാക്കിക്കോ. അർജുനൻ നല്ല കിളി തത്ത. മനുഷ്യനെ ഇങ്ങനെ പേടിപ്പിക്കാ നീ? വെറുതെ ഇല്ല നാട്ടുകാർ കുടമാളരുന്ന് ഓടിച്ചു വിട്ടത്. ഇവിടെ വന്നിട്ടോ ഒരു മൂങ്ങാപ്പട്ടി പോലും ഇല്ല തിരിഞ്ഞു നോക്കാൻ. മുറുക്കണേ തത്ത തരണം, അടയ്ക്ക. ഇത് വല്ലോ കേൾക്കുന്നുണ്ടോ ആവോ? എന്റെ ഭഗവതി, ഈ തത്തോട് പിണങ്ങരുത്. തത്തയ്ക്ക് ദേഷ്യം വന്ന എങ്ങനെയാ നിനക്കറിയാലോ. നിനക്കുള്ള വെറ്റിലെ അടയ്ക്ക്. അർജുനൻ, ഫൽഗുനൻ, ഭർത്തൻ, എടാ മമ്മദേ, നീ പറഞ്ഞ പോലെ ഇനി തത്ത തന്നെയാടാ എന്റെ കിളി. അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചാലോ? ഇന്നു മുതൽ എരുമത്തടം ജോസിൽ പ്രദർശനം ആരംഭിക്കുന്നു പാവാട. തരളിതയായ ഒരു പാവാടക്കാരിയുടെ നെഞ്ചകത്ത വേദനയെ കുളിരാക്കി മാറ്റിയ നിലാവുള്ള രാത്രിയുടെ കഥ പാവാട. സംഭ്രമജനകമായ ആവിഷ്കാര രീതി കൊണ്ടും അത്യുജ്വലമായ ഛായാഗ്രഹണത്തിന്റെ നിറക്കൂട്ടുകൊണ്ടും പുതുമയുടെ പൂമഴ പെയ്യിച്ചുകൊണ്ട് പാവാട ഇന്നു മുതൽ എരുമത്തടം പാവാട. എടാ ഈത്തപ്പഴോ, ഇത്തിരി ബേസും ബാസും എക്കോയും കൂട്ടിക്കൊണ്ടുപോയി അനത്തിക്കോ. അനൗൺസ്മെന്റ് കേട്ട് ജനം കിറങ്ങി കൊട്ടകയിലെത്തണം. പുലിക്കോട്ടൈ വാലിബന്റെ പുലിമടയിൽ കിടക്കട്ടെ എരുമത്തടത്തിന്റെ ഒരു കുഴിവെടി. സുഹൃത്തുക്കളെ, നാളെയാണ് പുലിക്കോട്ടെ വാലിബന്റെ മഹത്തായ 3-ാം ദിവസം. ഈ വാലിബ വിളംബരത്തിന്റെ കൂടെ നിനക്ക് ലാട്ടറി കച്ചവടം ഉണ്ടോ? ഇല്ല, കൂടെ വെണ്ണ ബിസ്ക്കറ്റ് വിൽക്കും. ഒരു പാവാടക്കാരിയുടെ നെഞ്ചകത്ത വേദനയെ കുളിരാക്കി മാറ്റിയ നിലാവുള്ള രാത്രിയുടെ കഥ. ജോസിന്റെ പൊടി ഞാൻ വലിച്ച വരുത്തന്മാരുത്തുമ്പോ ഈ പൊടി പെശക. നീ എന്റെ പാവാടയ്ക്ക് വാലിബന്റെ മസാല അരക്കല്ലേ? ഈ എരുമയുടെ പാവാട ഞങ്ങള് ചുരിദാറാക്കും. അല്ല ജിഞ്ചറാ, പോടാ അവന്റെ അമ്മൂമ്മയുടെ വാലിബൻ. ഇതാര് ഞങ്ങളുടെ ജനറേറ്റർ. ഉണ്ണിയപ്പവും റോസാപ്പൂവും രാജിന് ഇഷ്ടമാ. മനോരാജ്യത്തിന്റെ ഒരു ലോക്കൽ റിപ്പോർട്ടറാ, മണ്ണാർക്കാട് മത്തായി. കാലക്കൻ ഐഡിയ എവിടെ ഒപ്പിച്ചു? സിനിമാ പ്രസ്ഥാനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ കരിങ്കൽ ചുവരുകൾക്കകത്തു നിന്ന് പ്രൊജക്ടറുകൾ വെയിലുകളിലേക്ക് ഉഗ്ര ക്യാപ്ഷൻ. എന്റെ മത്തായി മാപ്പിളെ കുഴക്കല്ലേ, ഈ പണിക്ക് ഇപ്പോഴേ ആവശ്യത്തിന് പാരകളാ. ഇനി വീലുമ്മ തർക്കത്ത് കണ്ടേച്ച് വേണം ഓരോരുത്തന്മാർ ഈ പണിയായിട്ട് ഇറങ്ങാൻ. അതുകൊണ്ട് ജീവിച്ച് പൊക്കോട്ടളിയാ. താനെന്തായാലും എന്റെ ക്യാമറ പിടിച്ചു വാങ്ങണ്ടായിരുന്നു. അതന്നെ തിരിച്ചു തന്നല്ലോ. അതെ, മത്താശിങ്ങ വന്നേ. ഇനി ഇവിടെ നിന്നാലേ മണ്ണാർക്കാട്ടേക്കുള്ള വണ്ടി പോകും. നിന്നെ ഞാൻ എടുത്തോളാ. അവന്റെ ഫ്ലാഷ് വലിയപ്പോ ഇടിമിന്നൽ ഏറ്റ പോലെയായി. എല്ലാം അവസാനിച്ചു വിചാരിച്ചു. നിന്റെ കിടുകിടി ഞാൻ ഉടച്ചിരിക്കും. മത്തായാണ് ഞാൻ. കാണടാ, ഇത് നമ്മുടെ മറ്റവളല്ലേ? മനുഷ്യന്റെ പ്രിങ്ങോട് കയറി നിൽക്കുമ്പോഴാ മറ്റേ മറ്റവളും.
ഏതവള്? നമ്മുടെ അടയ്ക്ക. അടയ്ക്ക്. തത്തമ്മേ, പൂച്ച, പൂച്ച. തത്തമ്മേ, പൂച്ച, പൂച്ച. ഏത് തെണ്ടിയാണത്? നാണം കിട്ടാൻ. അച്ഛമ്മേ പൂച്ച പൂച്ച. അത് മോശമായിപ്പോയി. അവളുടെ നോട്ടം കണ്ടിട്ട് എന്റെ ടങ്കീസ് പൊട്ടിപ്പോയടാ. ഈ വള്ളം കരയ്ക്ക് അടുപ്പിക്കണേല് നിന്റെ കയ്യില് ഫലം തൊട തന്നെ വേണം. ഈ ഓച്ചാപ്പ് ഒന്നും പോരട്ടെ മോനെ. പെണ്ണെന്ന് വലിയ ഫോമിലാണല്ലോ. എടി താത്തേ, നിന്റെ ബ്ലൗസ് നന്നായിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ എടച്ചേരിയിലെ രാധ അയച്ചല്ലേ? കഴുത്ത് വെട്ടിയത് ഉഗ്രനായിട്ടുണ്ട്. പക്ഷെ കയ്യൊക്കെ ഒത്തിരി കൂടിപ്പോയി. നീ പൂടി. എന്ത് കണ്ടാൽ അവസാനം ഒരു കുറ്റം പറയും. വെറുതെ അല്ല നീ ഇങ്ങനെ ഉണങ്ങിയിരിക്കണേ വരക്കോലി. പൊടി കൊത്തുകണ്ണി. നിന്നെ കെട്ടാൻ വരും ഇല്ലിക്കോലൻ. അവളുടെ ദേഷ്യം കാണാൻ എന്ത് ചന്താടാ. എന്റെ വായിന്നൊന്നും കേക്കരുത് നീ. നിനക്കത് വേണം. തെണ്ടി പട്ടിനാറിയാടെ കാണിച്ച്. എന്നെങ്കിലും എനിക്ക് അവനെ കിട്ടും കയ്യില്. അവിടെ പച്ചക്കണ്ടത്തിൽ ഒറ്റുവെച്ചത് കളിയാ. ഞാൻ മണ്ണാർക്കാട്ട് വെച്ച് മന്ത്രിയെ കാണുന്നുണ്ട്. സംസാരിച്ചു നോക്കട്ടെ. ഹലോ, സി നാരായണക്കുറുപ്പാണോ? ആ, പത്രക്ക് മീറ്റിംഗ് കണ്ടു വിളിക്ക്. എന്റെ പ്രസിഡന്റ് ആ, നീ എത്തിയ പാലക്കാട് മട്ട മട്ട തന്നെ അല്ലേടാ? പിന്നെ കുട്ടപ്പ എടുത്ത് പെട്ടിയോട്ടെ വെക്ക്. അതെ, ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യം എന്നെ കൊണ്ട് കാശ് മുടക്കിക്കുന്നത്. ഈ പന്നന്റെ മുടിഞ്ഞ ചെക്ക് പ്രശ്നം ഒന്ന് തീർത്തതാ. ചെരുപ്പിന്റെ ബട്ടൺ തേയാതെ അട്ടപ്പാടിയിൽ വല്ലതും നടക്കോടാ. കോടതി പോയാലേ ജന്മം പഴുക്കും. 8 കൊല്ലം ഇയ്യംപുട്ടു എന്ന ഈ കൈവെള്ളക്കകത്ത് പ്രസിഡന്റ് പാരയടിക്കില്ലെന്ന് ഇയ്യംപുട്ടിന് നല്ല നിശ്ചയമുണ്ട്. ആ പിന്നെ കൂവപ്പൊടി, ഈന്തപ്പൊടി, കപ്പപ്പൊടി, അരിപ്പൊടി, കറക്ക, കാപ്പിപ്പൊടി, മേമ്പൊടി ഇട്ട് പുളിങ്ങ നിന്റെ ഈയംപൂട്ട് വയറ്റി ചെന്നാ പൂരത്തിന്റെ വെടിക്കെട്ട് പോലെയാ. ഗ്യാസ് ട്രബിൾ എന്റർപ്രൈസസ് വെറുതെ അല്ല പ്രസിഡന്റ് വേറെ അംബാസഡർക്കാരുടെ ഡിക്കി പോലെ ഇരിക്കണത്. എടാ മൂരിത്തമ്മി, നീ പഞ്ചായത്തിന്റെ ജോയിന്റിൽ ആയിലടിക്കല്ലേ? എടാ പന്നായി, എന്റെ 10 കുപ്പി പാലിറങ്ങണ പശുവിനെ നീ 6000 രൂപ മേടിച്ചത് ശരിയല്ലേ? അത് പ്രസിഡന്റിന് പറഞ്ഞ് മനസ്സിലായി. മേടിച്ചോടാ. അന്ന് 3000 ചെക്ക് കൊടുത്ത് ആ. ബാക്കി 3000 ഒരു മാസത്തെ അവധിയും പറഞ്ഞു. ആ. ഇപ്പൊ പിടിച്ചോന്നേ 3000 ചെക്ക്. അപ്പൊ ഈ മടങ്ങിയേക്ക അത് നീർത്തി പിടിച്ചാ പോരെ. എടാ ബാങ്കിൽ നിന്ന് കറങ്ങി തിരിഞ്ഞ് മടങ്ങി വന്ന ചെക്കിന്റെ ആരും ചോദിച്ചത്? ഇതെങ്ങനെയാ തിരിച്ചു വന്നത്? ബാങ്കിൽ കാശിലായിട്ട്. അതോ സഹകരണ ബാങ്ക് കാശില്ലഞ്ഞിട്ടല്ലേ എന്റെ കുറ്റം കൊണ്ടാ? ഇതിലെ വന്നേരം വരാതെ. അതെങ്ങനെ നിരപരാധിയും? 3000 രൂപ ചെക്ക് മടങ്ങിയില്ലേ? എന്നാ പിടിച്ചോ 3000 ചെക്ക്. അപ്പൊ എന്നെ മടങ്ങിയേക്ക. അതിന് പകരമല്ലേ ഈ ചെക്ക്. അപ്പൊ എന്റെ 3000 രൂപയുടെ ഇത് 3000 ഇത് 3000 കൂട്ട്. അപ്പൊ 6000 ആയില്ലേ? ആയല്ലോ. ഇത് 3000 രൂപയുടെ ചെക്ക്. ഇത് മടങ്ങി 3000. എന്റെ പൊന്നും കൊടുത്ത് മാതാവേ, എന്റെ പൊന്നു പ്രസിഡന്റ്, ഈ നിക്കണവൻ എന്റെ വീട്ടിൽ കയറി പശുവിന് മേടിക്കാൻ വേണ്ടി വന്ന ഇവൻ. നിർത്ത് തുടക്കം മുതൽ പറ. ഞാൻ നിന്റെ വീട്ടില് വലതുകാല് വെച്ചപ്പോ കണ്ട കാര്യം മുതൽ പറ. എന്നാ തുടക്കം മുതൽ പറ. ഇവൻ എന്റെ പശുവിനെ ഇഷ്ടപ്പെട്ട് തുടക്കം, അതിലും തുടക്കം. നിന്റെ ഭാര്യ ഓടിപ്പോയത് മുതൽ പറ. നിന്റെ ഭാര്യ ഓടിപ്പോയ അതവിടെ നിൽക്കട്ടെ. എന്റെ 6000ന്റെ കാര്യം പറ. 6000 നിക്കട്ടാ. ഭാര്യ പോയ കാര്യം പറ. എന്റെ അച്ഛനെ അവക്ക് ഈ പോക്ക് ഒന്നിനാണോ ഉള്ളതാ? തെണ്ടി, നിന്റെ ഒടുക്കത്തെ വണ്ടിച്ചക്ക് ഞാൻ എന്റെ മൂരിക്കുട്ടനെ കൊണ്ട് കുത്തിച്ചില്ലെങ്കിൽ എന്റെ പേരിട്ട് പട്ടിച്ചിട്ടുള്ള പഞ്ചായത്തിന്റെ അമ്മമ്മടെ വഴക്കുണ്ട്. എന്താ പ്രശ്നം? ജോസേട്ടാ ഒന്ന് കേട്ടെ. തെണ്ടി പ്രസിഡന്റോ? അതന്റെ ഇപ്പഴത്തെ തെണ്ടി. അയ്യേ, എന്റെ പശുവിനെ ഞാനവന് 6000 രൂപ വിറ്റ്. പ്രസിഡന്റ് പഞ്ചായത്താക്കാന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ട് പ്രസിഡന്റിന് ഇപ്പൊ അറിയേണ്ടത് എന്റെ ഭാര്യ ഒളിച്ചോടി പോയ കാര്യമാണ്. നിന്റെ ഭാര്യ ആരുടെ കൂടെ പോയത്? നിന്റെ അപ്പന്റെ കൂടെ. ഒരാവശ്യമില്ലാതെ. എന്റെ അപ്പന്റെ അടുത്ത് പുതിയ കേസൊന്നും വന്നില്ലല്ലോ. അമ്മച്ചിയെ പറഞ്ഞ TV സ്റ്റാൻഡ് വെച്ചോ. കുട്ടപ്പാ. അല്ല പ്രസിഡന്റ്, എന്നാ ഏർപ്പാടായി? ഇത് പറ്റി. പഞ്ചായത്തിന് എരുമത്തടം കരമടയ്ക്കുന്നു. എങ്ങാണ്ടെന്ന് വന്ന കില്ലകൾ മൂത്രപ്പുര പോലെ ഒരു കൊട്ട കെട്ടി കാശ് വരുന്നു. ഇത് ചോദിക്കാൻ എവിടെ പോയി ന്യായം പറയുന്ന ഈ നാവ്? അവന്റെ ജോയിന്റിൽ ഒരു എല്ല് കിളുത്തിട്ടുണ്ട്. ഉടല് തൊണ്ണേ കയറും. എടാ പടവ, നല്ല ഒന്നാന്തരം കാട്ടുമോയിൽ കൊടുത്ത് ഞാൻ നെറ്റിക്കൊരണം. ഒന്ന് ഉടുത്തൊരുക്കി തിരക്കണോ പെരട്ടി വറക്കണോ? കൊണ്ടുപോയി പെരട്ടി വറക്കടാ. അസാധ്യ ഉന്നമാണല്ലോടെ. നെറ്റിക്കടിക്കണേൽ നിന്റെ അപ്പനൊരു A1 വെടിക്കാരനായിരിക്കണമല്ലോ. ഇപ്പൊ അപ്പനേക്കാ നല്ല വെടിക്കാര് മക്കളാ ചേട്ടാ. എടോ എരുമേ. എരുമത്തടം. ഓ, ഇവൻ ഒറ്റ മോനാണെങ്കി ഇവന്റെ അപ്പം കരഞ്ഞത് തന്നെ. ഞങ്ങൾ 8 മക്കളാ. 8 മക്കളാ?
നിന്റെ അപ്പൻ എന്താ പണി? ഇത് എന്നെ പണി. ആ പറഞ്ഞൊരു ഷോണ ലുക്കുണ്ട്. നീ മിണ്ടരുത്. ഞാൻ തീവട്ടി പലിശയ്ക്ക് കടമെടുത്ത് പെട്ടിക്ക് ഡെപ്പോസിറ്റ് അടിച്ച് കണ്ട ഷട്ടിൽ സർവീസുകാർ തെണ്ടി നിരങ്ങി പെട്ടിയും എടുത്ത് ബിറ്റും കയറ്റി പോലീസിന്റെ കളസവും കാലും തിരുമ്മി പഞ്ചായത്ത് കരവടച്ച് കളിക്കാൻ വരുമ്പോ നീ മൂത്രപ്പുര പോലെ ഒരെണ്ണം കെട്ടി രണ്ടെണ്ണ കായം വെച്ച് വാലിമ ഒലത്തിയത് മതിയടാ. ചേട്ടനാരാ? ഇത് പഞ്ചായത്ത് പ്രസിഡന്റ്. ഓ, അപ്പൊ ഈ ചേട്ടൻ സെക്രട്ടറിയാ? ഞാൻ എരുമത്തടം ജോസിന്റെ ഓണർ, എരുമത്തടം ജാസ്. അതാ വന്നപ്പോഴേ ചാണകത്തിന്റെ ഒരു മുഷുക്ക് നാറ്റം. മതിയടാ ഞങ്ങളുടെ ജോയിന്റിൽ ഓയിൽ അടിച്ചത് മതി. കുളം നോക്കി ഇരുന്നില്ലെങ്കിൽ കുണ്ടി ചൊറിയും മോനെ. നാളെ മുതൽ ഇവിടെ മുന്നോട്ട് പോണമെങ്കിൽ കുടിശ്ശികടക്കം പഞ്ചായത്തിന് കരമടച്ചോളണം. ടൂറിംഗ് ടാക്കീസിന് കര അടച്ചോണമെന്ന്? അതേത് വകുപ്പാ? അതെ, കാവുണ്ടിക്കല്ല് പഞ്ചായത്ത് ഗ്രാമസ്വരാജിന്റെ വകുപ്പാടാ കൊളനടേ. ഞാൻ അങ്ങനെ ഒരു വകുപ്പ് ഈ കരമടയ്ക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിലോ ഗുൽഗുണ. ആഹാ. ഹലോ, അട്ടപ്പാടി പോലീസ് സ്റ്റേഷൻ. ആര് പന്നപ്പനാണ്? എടോ താനാ എസ് ഐക്ക് കൊടുക്കണോ? ആരെയോടെ രാവിലെ കെട്ടിത്തൂക്കി കൊന്നേ? ആ, ഞാൻ വിളിച്ചത് പറഞ്ഞാ മതി. ഇവിടെ ഒരു നാറി പഞ്ചായത്ത് കയറി പലിശയാണ്. ഓവർ. അയച്ചു കൊടുക്കുന്നു. അതിന്റെ ആവശ്യം SI നാരായണക്കുറുപ്പിന്റെ CI പല്ലുവർക്കി നമ്മുടെ പഴയ ആളാ. ഞാൻ മറന്നുപോയി. 10 മണിക്ക് കമ്മിറ്റി ഉള്ളതാ. താനിവിടെ നിന്നോ, ഞാൻ പോരാ. അല്ലാതെ വേറെ കാര്യമില്ല. CI പല്ലുവർക്കെ അറിയാമെങ്കിലേ അനിയൻ ആളൊരു പടയപ്പാണല്ലോടോ. വൈകുന്നേരം ഓസാൻ വിളിച്ചാരേ. ഓക്കെ. പടയപ്പന്റെ പേര് അർണോൾഡ് ഷ്വാസ്നിഗർ. ഇത് പറയാനാണോ ഇത്ര താമസം? ഞാൻ ലേറ്റാ சொன்னாலும் സ്റ്റൈലാ சொல்லு. എന്നാ റാൾഡ് ഗോൾഡ് ശ്വാസ്നികറെ, തന്റെ പുലിക്കോട്ടൈ വാലിബൻ നാളെ മുതൽ എരുമത്തടത്തിൽ 50-50. അവിടെ ഞാൻ കളിക്കും, നിന്റെ പെട്ടി കാശ് വീഴും. മീനാശുവിന്റെ അടുത്ത് തീയ ഒരുക്കല്ലേ? നിന്റെ പെട്ടി ഞാൻ ബുക്ക്. പിടി രാജ മൂല വെട്ടി, ഒളി രാജ തലവെട്ടി, അടി രാജ നീറ്റ് വെടി ഒറ്റ വലി. നവസാരമല്ല അതിസാരം. അടി ആണ്ടിപ്പെട്ടി കട്ടപ്പൊമ്മനാന്നല്ലോടാ. കമ്മിറുക്കാ തൊട്ടുകൂട്ടാൻ കമ്മിറുക്കാ തൊട്ടുകൂട്ടാ പശേ. നിനച്ചാടാ വീരപാണ്ടി കട്ടപ്പൊമ്മൻ. ഈ കട്ടപ്പൊമ്മന്റെ മഴ വിളകി. അയ്യോ, വാക്കത്തേക്ക് അർണോൾഡ് ചുനാമണിനകർ, നീ തൊടുകുറി ഇട്ടോ. ഇന്നേക്ക് 5-ാം പക്കം നിന്റെ വാലിബൻ വാലും പൊക്കി എന്റെ എരുമത്തടത്തിൽ കിടക്കും. അടയ്ക്ക കൊറേ കാലായി നീ എന്റെ അടുത്തൊന്നും അടയ്ക്കാൻ പറ്റില്ല മേടിച്ച് മുറുക്കുന്നു. ഇതാണ് നിന്റെ രക്ഷ? പെയ്യും പോകുന്നല്ലോ. എന്റെ പുറകെ നടക്കുന്നത് വല്ല മനുഷ്യന്മാരും ആണേല് അവന്റെ കാലിങ്ങനെ വളഞ്ഞു ഒടിഞ്ഞു തിരിഞ്ഞു മൂക്ക് പൊത്തി കണ്ണു പൊട്ടി നാക്ക് ആന്ന് ചാടി പഞ്ഞു കിട്ടുപോലെ നീ എന്നെ മുമ്പിൽ കൊണ്ടുവരണം. പറഞ്ഞേക്കാ ഞാൻ. ആരാത്? ആരാത്? അർജുനൻ, ഫാൽഗുനൻ. തെണ്ടിയാടെ പുറകെ നടക്കുന്നത്. മരത്തെ കുടച്ചക്രം കണ്ടേല് വല്ല പേയോ പൂതായിരിക്കും അല്ലടി. അല്ലേലും ആ ഇല്ലത്ത് കുന്നേ നിക്കുന്ന കൊന്ന അല്പം പെശക.
ഹേയ് ഇത് പേയോ ഭൂതമൊന്നും അല്ലടി. നിന്നെ ശരിക്കറിയാവുന്ന ഏതോ ഗന്ധർവനാ. ഓ പിന്നെ ഗന്ധർവൻ. വാക്കത്തി വാസുവിന്റെ പെങ്ങളെ പ്രേമിക്കാൻ ധൈര്യമുള്ള ഗന്ധർവൻ ഈ നാട്ടിലോ? ഇനി പുറം പാർട്ടികൾ വല്ലോ ആണോടി? ഇനിയാ വാലിബന്മാര് വല്ലോ ആണോ? അതിന് അവന്മാരവിടെ വരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ കണ്ടാൽ അങ്ങനെ വലിയ പെശക പാർട്ടികളും അല്ല. അങ്ങനെ നീ അങ്ങ് ഉറപ്പിക്കാതെടി. അവനാ സിനിമ ഓടിക്കുന്നവൻ ഇച്ചിരി വെളിച്ചെണ്ണയാ. അത് നിനക്കെങ്ങനെ അറിയാം? അന്ന് വാലിബം കാണാൻ പോയപ്പോ അവൻ എന്നെ നോക്കി ഇളിച്ചൊന്ന് പിരിച്ചതാ. നീ പറഞ്ഞപ്പോഴാ ഞാൻ ഓർക്കുന്നേ, അന്ന് ഞാൻ പോയപ്പോഴും ഈ പൂച്ചവിളി അവിടെയും കേട്ടതാ. ആരാന്ന് കണ്ട വാലിബൻ ഇവിടെ 4, 3, 7 പേരെ വെച്ച് 100 ദിവസം നീ ഓടിച്ചത് തന്നെടാ. നീ ഇങ്ങനെ നോക്കി എന്റെ ടങ്കീസ് പൊട്ടിക്കല്ലേ. അയ്യോ ആശാനെ, അവളോട് വേണ്ട കളി. അവളാ പെരുങ്കൊല്ലം വാക്കത്തി വാസുന്റെ പെങ്ങളാ. ആ ബംഗാറ്റിയെ പിന്തള കെട്ടിയ വാക്കത്തിക്കൊന്ന് വെട്ടിയ അരിയടിക്കണ പോലൊക്കെ 2 തുണ്ട. ഇന്ന് രാത്രിയോടെ വാലിബൻ സമാപിച്ചിരിക്കുന്നു. നാളെ മുതൽ വാലിബന്റെ സമാധി ആചരിക്കുന്നതായിരിക്കും. സമാധാനമായല്ലോ? കഥം കഥം. ഇന്ന് നീതേ ഈ പുകലം കൂടെ കൂട്ടിയൊന്ന് മുറുക്ക്. ആ വാലിബനെ കാണിച്ചു തന്നതിന് എന്റെ ഭഗവതി 1000 നാവ് കൊണ്ട് നന്ദി പറയാ. മതി, എനിക്ക് ഇത്രയും മതി. തട്ടിപ്പോയോ? തട്ടിപ്പോട്ടെ. തട്ടിപ്പോയില്ലേ? ഇതെന്നാ കൂർക്കം വലിയ പോത്തൻ. പിടിച്ചോ, വലിച്ചോ. ഇന്ന് 3 മണി മുതൽ 9 ദിവസത്തെ ജൈത്രയാത്രയ്ക്ക് ശേഷം മഹത്തായ 10ാം ദിവസം വാലിബൻ പങ്കജിൽ നിന്നും എരുമത്തടത്തിലേക്ക് തറയിലിരുന്ന് ക്ഷമകെട്ട കാണികളുടെ ആവശ്യകതയെ മാനിച്ചുകൊണ്ട് തറയിൽ നിന്നും എരുമത്തടത്തിന്റെ പുഷ് ബാക്കിലേക്ക് ഒരുക്കോട്ടെ വാലിബന്റെ 10ാം ദിവസത്തിന്റെ ഭക്ഷണം. ഒടിഞ്ഞു പോച്ച്. ഗതം ഗതം. പാവട മാറ്റി വാലിബനെ എടുത്തോ. ജോസേട്ടാ ആമത്താഴാ അറുത്തിട്ട് വാള് പിടിക്കുന്നില്ല. പുളിക്കടിച്ച് വെട്ടി പൊളിക്കടാ. ആ വാലിബന്മാര് വല്ല ഉടക്കുമായിട്ട് വരുവോ? അവന്മാര് ഉടക്കുമായിട്ട് വന്ന എന്റെ കയ്യിൽ മടക്ക് കത്തിയുണ്ട്. കുത്തി കീറി. അയ്യോ ജോസേട്ടാ, പെട്ടിയിൽ എഴുതി. பொறுமையா இருக்க. உனக்கு வையா வணக்கம். போலாமா? எங்க நம்ம ராஜா இடத்துக்கு. உங்கூட நான் எதுக்கு வரணும்? போட வெளியே. പോടാ. 10 കോല് പോലത്തെ ഒരു ഓഞ്ഞില് കയറി വന്നിരിക്കുന്നു. കാര്യം ഞാൻ കുത്തും. കുത്തിയാ ഞാൻ കാറും. ഇന്ന പെട്ടി യാർ പെട്ടി? വാലിബൻ പെട്ടി. വാലിബൻ പെട്ടി എപ്പടി ഉൻ പെട്ടിയാച്ചി? എം പെട്ടി പാവാട പെട്ടി. அதான் கேக்குறேன். உன் பெட்டி பாட பெட்டி ஆமா
വാലിബൻ പെട്ടി എപ്പടി ഇങ്ങ വാലിബൻ പെട്ടി അങ്കെ ഇങ്ങ എരുമപ്പെട്ടി. എടാ ഓസേ മലയാളി കൊലയാളി, നീ വാലിബൻ പെട്ടി തിരുടോന്ന് അയ്യാവുക്ക് തെരിഞ്ഞത്. പുലിയാ വന്നവ പുലിയാത്താൻ പോണം.